ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ തന്നെ പ്രതിരൂപമുണ്ടാക്കുന്ന കണ്ടുപിടുത്തത്തിൽ വിജയിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഉണ്ടാക്കിയ ഈ പ്രതിരൂപത്തിൽ ഏതാണ് ഒറിജിനൽ എന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അയാളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ശാസ്ത്രജ്ഞൻ 12 പ്രതിരൂപങ്ങൾ, തൻ്റെ പോലെ ഇരിക്കുന്ന 12 രൂപങ്ങൾ നിർമ്മിച്ചു. 13ാമനായി അവനും. ദൈവം വന്ന് പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ എല്ലാ പ്രതിരൂപങ്ങളും ഒരേപോലെ ഇരിക്കുന്നു. ദൈവത്തിന് പോലും വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം ദൈവം ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്: അല്ലയോ മനുഷ്യ, നീ സൃഷ്ടിച്ച പ്രതിരൂപങ്ങൾ എല്ലാം ഭംഗിയായിട്ടുണ്ട്, പക്ഷേ എവിടെയോ ഒരു കുറവുണ്ട്. താൻ ഉണ്ടാക്കിയ പ്രതിരൂപങ്ങളിൽ കുറവുണ്ടെന്ന് കേട്ട ആ മനുഷ്യൻ ഉടനെ പ്രതികരിക്കുകയാണ്: കുറവോ? എന്താണത്? എൻ്റെ സൃഷ്ടിയിൽ എന്താണ് കുറവ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മുന്നോട്ട് വന്നു. ദൈവം അവനെ കണ്ടുപിടിച്ചു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യം: തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പൗലോസ്ലീഹ പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. മനുഷ്യൻ അവന്റെ അഹത്താൽ നിറയുമ്പോൾ മനുഷ്യനെ തന്നെ തിരിച്ചറിയാതെ വരും. മറ്റു മനുഷ്യര് മരങ്ങളെ പോലെ കാണപ്പെടും. ഇന്ത്യൻ ഫിലോസഫിയിൽ ദൈവാന്വേഷണത്തെ കുറിച്ച് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ്. നിന്റെ ഉള്ളിലുള്ള ദൈവ ചൈതന്യത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ തത്വം. അങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ ഉറവിടം കണ്ടെത്തണമെങ്കിൽ എന്നിലെ ഞാൻ അലിഞ്ഞ് ഇല്ലാതാകണം. അഹം എന്ന കാര്യം പൂജ്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ ഉയർന്നു വരാൻ തുടങ്ങും. അഹത്തിന്റെ പ്രവൃത്തികൾ, ഞാൻ എന്ന ഭാവത്തിന്റെ പ്രവൃത്തികൾ നിമിത്തം എൻ്റെ ഹൃദയം അങ്ങനെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ എവിടെയാണ് ഇടം? എൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ കണ്ടെത്താൻ ഈ നൊയമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അവൻ ദൈവവുമായിട്ടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ തന്നെ താഴ്ത്തി. അതുകൊണ്ട് സർവശക്തനായ ദൈവം അവനെ ഉയർത്തി. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവം ഉയർത്താൻ നിന്നുകൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.